നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള വിദ്യാർത്ഥികൾക്ക് ചികിത്സയും തെറാപ്പിയും ഒരുക്കുന്ന മാജിക് ലാന്റേൺ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സർവശിക്ഷാ അഭിയാന്റെ കീഴിൽ. ഡൽഹിയിൽ ഡെങ്കിയും ചിക്കൻ ഗുനിയും മലേറിയയും പടർന്നു പിടിക്കുന്നു. ചികിത്സ തേടി നിരവധി പേർ ആശുപത്രിയിൽ. ദിവസേനയുള്ള മദ്യപാനം ത്വക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുമെന്ന നിരീക്ഷണം. മദ്യപാനവും ചർമാർബുദവും തമ്മിലെ ബന്ധം തേടി ഗവേഷകർ. വിശദമായ വാർത്തകളിലേക്ക്. ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ പരിമിതികളുള്ള പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് ചികിത്സയും തെറാപ്പിയും ഒരുക്കുന്ന മാജിക് ലാന്റേൺ പദ്ധതിക്ക് കോഴിക്കോട് തുടക്കമായി. സംസ്ഥാനത്ത് ആദ്യമായാണ് സർവശിക്ഷാ അഭിയാന്റെ കീഴിൽ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ഒരു ചികിത്സാ പദ്ധതി ഒരുക്കുന്നത്. ജില്ലയിലെ പ്രൈമറി സ്കൂളുകളിൽ മാത്രം ഓട്ടിസവും മറ്റ് ഭിന്നശേഷിയും ബാധിച്ച 14,000-ഓളം കുട്ടികളുണ്ടെന്നാണ് കണക്ക്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ ഇവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു സുപ്രധാന ചുവട് വെക്കാനൊരുങ്ങുകയാണ് മാജിക് ലാന്റേൺ എന്ന പദ്ധതിയിലൂടെ. സർവശിക്ഷാ അഭിയാനും കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള CRCയും ചേർന്നാണ് പദ്ധതി ഒരുക്കുന്നത്. റിസോഴ്സ് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതോടൊപ്പം ഇത്തരം കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ പരിശീലനവും കൃത്യമായി ഒരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പല കുട്ടികൾക്കും തെറാപ്പി മതിയാവുന്ന രീതിയിൽ കിട്ടാതെ വരികയും അതുപോലെ ഒക്യുപേഷണൽ തെറാപ്പി പോലെയുള്ള ഏറ്റവും പുതിയ രീതിയിലുള്ള സംഗതികൾ ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്നത് കൂടി മറികടക്കാൻ നമ്മൾ ഈ കോമ്പസിറ്റ് റീജിയണൽ സെൻറ്ററും കൂടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാവും ഇങ്ങനെ ഒരു കുട്ടികളെ അങ്ങോട്ട് സെൻറ്റർ തേടി ചെല്ലുന്ന തെറാപ്പിസ്റ്റുകൾ അങ്ങോട്ട് ചെന്ന് കാണുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും സ്വകാര്യ തെറാപ്പി ക്ലിനിക്കുകളെ ആശ്രയിക്കാൻ പറ്റാത്ത തീർത്തും ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന കുട്ടികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. കൃത്യമായ തെറാപ്പി നൽകുന്നതിലൂടെ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകുമെന്ന് ഡോക്ടർമാരും വ്യക്തമാക്കുന്നു. ഒന്ന് സ്പീച്ച് കൊടുത്തു അല്ലെങ്കിൽ ഒരു ഫിസിയോ കൊടുത്തു, അങ്ങനെയല്ല. കൃത്യമായിട്ട് കുട്ടിയെ ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്രാൻസ് ഡിസിപ്ലിനറി അപ്രോച്ച് എന്നാണ് നമ്മൾ അതിനെ സാധാരണ ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത മേഖലയിലുള്ള ഇത്തരം തെറാപ്പികളുടെ ഒരു സംയോജിതമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ കൊടുക്കുമ്പോഴാണ് കുട്ടിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതി പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള മറ്റു സെന്ററുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് നീക്കം. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ദിവസേനയുള്ള മദ്യപാനം ത്വക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുമെന്ന നിരീക്ഷണം. ബ്രിട്ടീഷ് ജേണലായ ഡെർമറ്റോളജിയിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മെലനോമ പോലെ രൂക്ഷമല്ല എങ്കിലും ത്വക്കിന്റെ പുറം പാളികളിലെ കോശങ്ങളെ ബാധിക്കുന്ന ബേസൽ സെൽ കാർസിനോമ, ക്യൂട്ടേനിയസ് സ്ക്വാമസ് സെൽ കാർസിനോമ എന്നീ 2 തരം ചർമാർബുദങ്ങളാണ് നിത്യമദ്യപാനികൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണ അമിതമായി വെയിലേൽക്കുമ്പോഴുള്ള അൾട്രാവയലറ്റ് രശ്മികൾ കാരണമാണ് ഈ രോഗം കണ്ടുവരുന്നത്. എന്നാൽ മദ്യപാനം എങ്ങനെ ഇത്തരം ചർമാർബുദങ്ങൾക്ക് കാരണമാകുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല. 10,000-ഓളം ആളുകളെ പഠനവിധേയമാക്കിയാണ് ഗവേഷകർ ഈ നിഗമനത്തിലെത്തിയത്. രോഗങ്ങളും ഭക്ഷണവും ഈ വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അനീഷ് TS ആണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, പലപ്പോഴും നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ ഭക്ഷണമാണ് അസുഖങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതെന്നുള്ള കാര്യം ആളുകൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഒരു രോഗിയായിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെയാണ് നോക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ കഴിച്ചുകൂടാ എന്നുള്ള കാര്യം പലർക്കും അത്ര അറിയില്ല. അതേക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ ആഹാര രീതികളാണ് രോഗങ്ങളിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ചില രോഗങ്ങൾ വരാതിരിക്കുന്നതിന് നമ്മൾ എന്തൊക്കെ ആഹാര രീതികൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റി പൊതുവായിട്ടുള്ള ധാരണ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ പണ്ട് കാലത്തൊക്കെ വൈദ്യന്മാർ രോഗികൾക്കും കൃത്യമായിട്ടുള്ള ഭക്ഷണം നിർദ്ദേശിച്ചിരുന്നു. രോഗം വരാതിരിക്കുന്നതിന് മാത്രമല്ല, വന്ന രോഗത്തെ പെട്ടെന്ന് ഭേദപ്പെടുത്തുന്നതിനും ഭക്ഷണത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുള്ളതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും പൊതുവേ ഡോക്ടർമാർ ഭക്ഷണത്തിൽ അത്ര ശ്രദ്ധിക്കാറില്ല. രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിനെ മരുന്നുപയോഗിച്ച് മാറ്റുക എന്നുള്ളതല്ലാതെ രോഗി ഇന്നത് കഴിക്കാം, ഇന്നത് കഴിച്ചുകൂടാ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ള കാര്യം പലപ്പോഴും ഡോക്ടർമാർ പറയാൻ മെനക്കെടാറുമില്ല. രോഗി ഒരുപക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കാറുമില്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
കാരണം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു പരിധിവരെ മനസ്സിൻ്റെയും ഇന്ധനമാണ്. ഭക്ഷണം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഭക്ഷണത്തിനകത്തുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ആരോഗ്യാവസ്ഥയിലുള്ള സമയത്തും അനാരോഗ്യം അല്ലെങ്കിൽ രോഗങ്ങളുള്ള അവസ്ഥയിലും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ രണ്ട് രീതിയിലാണ്. ഉദാഹരണത്തിന് പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിലെ ഊർജ്ജമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം. കാരണം അയാളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അയാൾക്ക് ചിന്തിക്കാനാണെങ്കിലും ഓടാനാണെങ്കിലും നടക്കാനാണെങ്കിലും എല്ലാത്തിനും ഊർജ്ജമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. മറിച്ചൊരു രോഗിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരീരം ആ രോഗത്തിനെതിരെ പടവെട്ടിക്കൊണ്ടിരിക്കുകയും ആ രോഗത്തിനെ ഭേദമാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് പലപ്പോഴും ഊർജ്ജമല്ല, മറിച്ച് സൂക്ഷ്മ പോഷകങ്ങളാണ് ശരീരത്തിന് കൂടുതൽ ആവശ്യം. ആരോഗ്യമുള്ള ഒരാളേക്കാൾ ഒരുപക്ഷെ രോഗിക്ക് സൂക്ഷ്മ പോഷകങ്ങൾ കൂടുതൽ ആവശ്യമാണ്. അതേസമയം ആരോഗ്യമുള്ള ഒരാളുടെ അത്രയും ഊർജ്ജം ഒരുപക്ഷെ രോഗിക്ക് ആവശ്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഭക്ഷണത്തിൽ പൊതുവെ രോഗിയായിരിക്കുന്ന സമയത്ത് നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല. എമൗണ്ട് ഒരല്പം കുറയും, സ്വതവേ തന്നെ കുറയും. അപ്പം ഭക്ഷണം ഒരുപാട് കഴിക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സൂക്ഷ്മ പോഷകങ്ങൾ വളരെ പ്രധാനമാണ്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സൂക്ഷ്മ പോഷകങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, അത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികൾ പോലെയുള്ള വസ്തുക്കൾ കൂടുതൽ കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ഇതാണ് പ്രധാനമായിട്ടും ഒറ്റ വാക്കിൽ രോഗിയായിട്ടിരിക്കുമ്പോൾ ഉള്ള ഭക്ഷണത്തെപ്പറ്റി പറയാനുള്ള ഒരു കാര്യം. പിന്നെ വേറൊന്ന്, പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ രോഗിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പൊടിയരി കഞ്ഞിയാണ് കൊടുക്കുക. അപ്പോൾ കഞ്ഞി ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമായിരുന്ന സമൂഹത്തിൽ അരി പൊടിച്ച് പൊടിയരി കഞ്ഞിയാക്കി അത് വേഗത്തിൽ ദഹിക്കുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു ചിട്ട പണ്ട് കാലത്ത് മുതലേ ഉണ്ടായിരുന്നു. അതുപോലെ പെട്ടെന്ന് ദഹിക്കുന്ന ഒരുപാട് ഈർപ്പം അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വെള്ളം ധാരാളമായിട്ട് കിട്ടുന്ന, അതേസമയം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരാഹാര രീതിയാണ് പൊതുവെ രോഗിയായിരിക്കുന്ന സമയത്ത് കഴിക്കേണ്ടതായിട്ടുള്ളത്. ഡോക്ടർ, ഇപ്പോൾ പനിക്കാലമാണല്ലോ. അങ്ങനെ പനി ബാധിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, പനി ബാധിച്ചവർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്താണ്? അവർ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? പനി ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും അപകടം ഉണ്ടാക്കുന്ന ഒരു പനി എന്ന് പറയുന്നത് ഡെങ്കിപ്പനിയാണ്. അപ്പോൾ പനി ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദഹന വ്യവസ്ഥ സാധാരണ ഉള്ള ഒരാളേക്കാൾ അത്രത്തോളം പ്രവർത്തനക്ഷമമായിരിക്കില്ല. അതുമാത്രമല്ല, ഡെങ്കിപ്പനിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആന്തരിക രക്തസ്രാവം, നമുക്ക് പലപ്പോഴും അറിയാം ഡെങ്കിപ്പനിയിൽ മരണകാരണമൊക്കെ ആകുന്ന പലപ്പോഴും ഒരു ആന്തരിക രക്തസ്രാവമാണ്. അപ്പോൾ വളരെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മുടെ ദഹന വ്യവസ്ഥയെ ഏതെങ്കിലും രീതിയിൽ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, എരിവ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, സ്പൈസസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേസമയം തന്നെ വളരെ വേഗത്തിൽ ദഹിക്കുന്ന ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊടിയരി കഞ്ഞി പോലെയുള്ള ആഹാര വസ്തുക്കൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോറാണെങ്കിൽ തന്നെ നമുക്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറ്, കറി, അങ്ങനെയുള്ള ആഹാരങ്ങളെല്ലാം നമുക്ക് കഴിക്കാം. വേഗത്തിൽ ഊർജ്ജം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ആ സമയത്ത് വളരെ വേഗത്തിൽ വേണം. കാരണം നമുക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകും. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ടൊക്കെ പനി വരുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണം വരുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് കലക്കി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഗ്ലൂക്കോസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം പെട്ടെന്ന് മാറും എന്നൊരു ധാരണയുണ്ട്. പനി ബാധിച്ച് നമ്മൾ ഒരുപക്ഷെ ആശുപത്രിയിലെത്തിയാലും ഡ്രിപ്പ് വഴി നമുക്ക് തരുന്ന ഒരു സാധനം ഗ്ലൂക്കോസാണ്. കാരണം ഗ്ലൂക്കോസ് വളരെ വേഗത്തിൽ ശരീരത്തിൽ രക്തത്തിലേക്ക് എത്തുകയും ഊർജ്ജം വളരെ വേഗത്തിൽ ശരീരത്തിന് ലഭ്യമാക്കുകയും ചെയ്യും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഗ്ലൂക്കോസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങളിലേക്ക് മാറേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ ഗ്ലൂക്കോസ് വളരെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാര സാധനം ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പൊടിയരി കഞ്ഞിയാണ്. അതുപോലെ ചോറ് നമുക്ക് കഴിക്കാം, ഒരല്പം വേവ് കൂടിയാലും കുഴപ്പമില്ല. ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക, വെജിറ്റബിൾസ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുക. അതേസമയം ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ മീൻ വറുത്തത്, പിക്കിൾസ്, പപ്പടങ്ങൾ, ഇതുപോലുള്ള സാധനങ്ങൾ പൊതുവെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, പ്രമേഹമുള്ളവർക്ക് ഒരുവിധപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താൻ സാധിക്കുക? അപ്പോൾ നമ്മൾ രോഗികളോട് ഭക്ഷണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അവർക്കത് പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ട്, ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നത് കഴിച്ചുകൂടാ, ഇന്നത് കഴിച്ചുകൂടാ, ഇന്നത് കഴിച്ചുകൂടാ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗുണനിലവാരം തന്നെ താഴേക്ക് പോകും. അതുകൊണ്ട് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലായിട്ട് ഒറ്റ കാര്യത്തിലാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് ഭക്ഷണത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും.
ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണ സാധനത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര എത്ര വേഗത്തിലാണോ രക്തത്തിലെത്തുന്നത് അതിനെയാണ് ആ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പ്രമേഹ രോഗിയോട് പറയുന്ന ഒരു കാര്യം, ചോറ് കുറച്ചിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ആഹാര സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ പറയും. അതിന് പ്രധാനപ്പെട്ട കാരണം ചോറിൽ പഞ്ചസാര കുറവും അല്ലെങ്കിൽ ചോറിൽ പഞ്ചസാര കൂടുതലും ഗോതമ്പിൽ പഞ്ചസാര കുറവും എന്നുള്ളത് കൊണ്ടല്ല. നമ്മൾ ഊർജ്ജ നിലവാരം എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവെടുത്ത് നോക്കുകയാണെങ്കിൽ ചോറിനകത്ത്, അതായത് അരിക്കകത്തും ഗോതമ്പിനകത്തും ഒരേ അളവിലാണ് പഞ്ചസാര അടങ്ങിയിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ അരിയാഹാരം മാറ്റി ഗോതമ്പിലേക്ക് മാറാനായിട്ട് പറയുന്നത്? അതിന് കാരണം രണ്ടിലും പഞ്ചസാര ഒരുപോലെയാണെങ്കിലും ഈ പഞ്ചസാര എത്ര വേഗത്തിലാണ് രക്തത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതിൽ വ്യത്യാസമുണ്ട്. ഗോതമ്പിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര വളരെ വേഗത്തിൽ മാത്രമായിരിക്കും രക്തത്തിലേക്ക് എത്തുക. അതേസമയം അരിയിലടങ്ങിയിട്ടുള്ള പഞ്ചസാര വളരെ വേഗത്തിൽ രക്തത്തിലേക്ക് എത്തും. ഗോതമ്പിലുള്ളത് വളരെ സാവധാനമായി മാത്രമേ പഞ്ചസാര രക്തത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ഗോതമ്പിലേക്ക് മാറാനായിട്ട് പറയുന്നത്. ഇപ്പോൾ അതുപോലെയാണ് ഫ്രൂട്ട് ജ്യൂസ്. ഇപ്പം ഫ്രൂട്ട് ജ്യൂസ് കൂടുതലായിട്ട് കഴിച്ചാലും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വെളിയിൽ നിന്നുള്ള പഞ്ചസാരകൾ, നമ്മൾ റിഫൈൻഡ് ഷുഗറുകളെന്ന് പറയും. ഇപ്പോൾ പഞ്ചസാരയായിട്ട് തന്നെ കഴിക്കുന്നു, അല്ലെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ആഹാര സാധനം, ലഡ്ഡു, ജിലേബി അതുപോലുള്ള മധുര സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ വളരെ വേഗത്തിൽ പഞ്ചസാരകൾ രക്തത്തിലേക്ക് എത്തും. ഇപ്പം റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാര ആയിട്ട് തന്നെ കഴിയുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ ചായയിലൊക്കെ പഞ്ചസാര ഇടാതെ കഴിക്കുക. ഭക്ഷണ സാധനങ്ങളുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കുക. അതായത് ഗോതമ്പ് ആയിരിക്കും ഒരുപക്ഷെ അരിയേക്കാളും നല്ലത്, ഫ്രൂട്ട്സാണ് ഫ്രൂട്ട് ജ്യൂസിനേക്കാളും നല്ലത്. അപ്പോൾ പ്രധാനമായിട്ടും ഉയരുന്നൊരു ചോദ്യമുണ്ട്, പ്രമേഹ രോഗിക്ക് ഫ്രൂട്ട്സ് കഴിക്കാമോ എന്നുള്ള കാര്യം. പ്രധാനമായിട്ടും ഡോക്ടർമാർ പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഒന്ന്, പ്രമേഹ രോഗിക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. രണ്ട്, പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് കഴിക്കണം. കാരണം പ്രമേഹം എന്ന് പറയുന്ന രോഗം നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വരുന്നൊരു പാളിച്ചയാണ്. അത്തരത്തിലുള്ള രോഗികൾക്ക് കൂടുതലായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സൂക്ഷ്മ പോഷകങ്ങൾ ആവശ്യമാണ്. അത് കൂടുതലായിട്ട് ലഭിക്കാനുള്ളൊരു സങ്കേതം ഫ്രൂട്ട്സ് ആണ് എന്നുള്ളത് കൊണ്ട് ഫ്രൂട്ട്സ് എന്തായാലും ഡയബറ്റിക് രോഗി കഴിച്ചിരിക്കണം. പക്ഷേ ഡയബറ്റിക് രോഗി ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരിക്കലും ഒരു മെയിൻ മീലിൻ്റെ കൂട്ടത്തിൽ, ഉച്ചഭക്ഷണത്തിൻ്റെ കൂട്ടത്തിലൊരു ഫ്രൂട്ടും കൂടെ അങ്ങനെ കഴിക്കരുത്. ഫ്രൂട്ട് മാത്രമായിട്ട് കഴിക്കണം. ഇപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ പഴം കഴിക്കുക. അപ്പം രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഉച്ചയ്ക്ക് ആഹാരത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഫ്രൂട്ട് കഴിച്ചാലുണ്ടാകുന്ന ഗ്ലൂക്കോസ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. വൈകുന്നേരം 4 മണിക്ക് നമ്മൾ ഒരുപക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ്, ഏതെങ്കിലും വടയോ പബ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അതാണ് ഒരു കാര്യം. രണ്ടാമത്, ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഒരുപാട് ഊർജ്ജം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടെ ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഉദാഹരണത്തിന് ഇപ്പോൾ തണ്ണിമത്തൻ, പൈനാപ്പിള്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കട്ടിയുള്ള ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അതിനകത്ത് പഞ്ചസാരകൾ കൂടുതൽ കാണാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കഴിക്കാം, പഞ്ചസാരയുടെ അളവ് നോക്കിക്കൊണ്ടിരിക്കണം. കഴിക്കുന്ന ഫ്രൂട്ട്സ് ഏതാണെന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുകയും കൂടെ വേണം. ഇതൊക്കെയാണ് ഡയബറ്റിസ് രോഗി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ, ഈ രക്താതി സമ്മർദ്ദമുള്ളവർ അത് നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ ആഹാരത്തിൻ്റെ രീതികൾ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും ഒരു ഫ്രൂട്ട് ബേസ്ഡ് ഡയറ്റാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല. ആഹാരത്തിൽ വളരെയധികം പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് പഴവർഗ്ഗങ്ങൾ ആളുകൾ കഴിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നടത്തുന്ന സർവേകളിലെല്ലാം ലോകാരോഗ്യ സംഘടന പറയുന്നതിനേക്കാൾ വളരെ ചെറിയ അളവിൽ മാത്രമാണ് പഴങ്ങൾ നമ്മൾ കഴിക്കുന്നത്. മലയാളിയുടെ ആഹാര രീതിയിൽ പഴങ്ങളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ രക്താതിസമ്മർദ്ദം പോലുള്ള രോഗങ്ങൾ കൂടുന്നത് എന്നുള്ള നിരീക്ഷണം പോലുമുണ്ട്. കാരണം പഴങ്ങൾ നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിനെ നിലനിർത്തുന്നതിന് പകരം പൊട്ടാസ്യത്തിനെ നിലനിർത്തി സോഡിയത്തിനെ പുറന്തള്ളാൻ, അതായത് നമ്മുടെ രക്തസമ്മർദ്ദത്തിനെ കുറയ്ക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു വസ്തുവാണ് പഴം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലാർക്കെങ്കിലും രക്താതിസമ്മർദ്ദം ഉണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ ധാരാളം പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ രക്താതിസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത തന്നെ കുറയും എന്നാണ് പല നിരീക്ഷണങ്ങളും നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം പ്രമേഹം ഇല്ല, മറിച്ച് രക്താതിസമ്മർദ്ദം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ധാരാളം പഴങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആഹാര രീതിയാണ് രക്താതിസമ്മർദ്ദം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം.
മറിച്ച് പ്രമേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. വേറൊന്ന്, രക്താതിസമ്മർദ്ദത്തിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട വേറൊരു കാര്യം ഉപ്പ്. ഇപ്പോൾ ഉപ്പ് ധാരാളം കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു ദിവസം ഒരാൾക്ക് 5 ഗ്രാമിൽ കൂടുതൽ ഉപ്പ് അയാൾ കഴിക്കാൻ പാടില്ല എന്നാണ്. 5 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇപ്പം 1 കിലോ ഉപ്പ് നമ്മൾ ഒരു വീട്ടിലേക്ക് വാങ്ങുകയാണ്, ഒരു പാക്കറ്റ് ഉപ്പ് നമ്മൾ വീട്ടിലേക്ക് വാങ്ങുകയാണ്. 5 പേരുള്ള ഒരു വീട്ടാണ്. എല്ലാ നേരത്തെ ഭക്ഷണവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാ ഭക്ഷണവും നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ പോലും ഒരു മാസം കഴിഞ്ഞാലും ആ ഉപ്പിൻ്റെ ഒരു 4/1 ഭാഗം ബാക്കി ഉണ്ടാകണം. അത്രയും ഉപ്പ് കുറച്ചാൽ മാത്രമേ 5 ഗ്രാം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ എത്തുകയുള്ളൂ. നമ്മളുടെ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ശരാശരി മലയാളി 10 മുതൽ 20 ഗ്രാം വരെ ഉപ്പ് ഒരു ദിവസം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പിനെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രക്താതിസമ്മർദ്ദം ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റുള്ളൂ. അത് മാത്രമല്ല, രക്താതിസമ്മർദ്ദം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉപ്പിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ചില രോഗങ്ങളിൽ ഉപ്പ് കൂടുതൽ കഴിക്കേണ്ടിയും വരാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പം നല്ല പ്രായമുള്ള ആൾക്കാരിൽ ഹൈപ്പോനട്രീമിയ എന്ന് പറഞ്ഞൊരു രോഗം കാണുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നു. അത് കാരണം ഒരുപക്ഷെ പിച്ചുമ്പയും പറയുകയും അല്ലെങ്കിൽ ഈ പക്ഷാഘാതത്തിന് സാമ്യമുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലക്ഷണം ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകളിലല്ലാതെ പൊതുവെ ഉപ്പ് കുറയ്ക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭക്ഷണത്തിലെ ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ രക്താതിസമ്മർദ്ദത്തിൻ്റെ കാര്യത്തിൽ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുകയും ഉപ്പിൻ്റെ അളവ് കാര്യമായിട്ട് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഡോക്ടർ, കുട്ടികളിലെ ഭാരക്കുറവ് പല മാതാപിതാക്കൾക്കും വിഷമമുള്ളൊരു കാര്യമാണ്. ഭാരക്കുറവുള്ള കുട്ടികൾ, ഇത്തരം കുട്ടികൾക്ക് അസുഖങ്ങളും പിടിപെടും എന്ന് പറഞ്ഞ് ഡോക്ടർമാരും പേടിപ്പിക്കാറുണ്ട് പലപ്പോഴും. ഇത്തരം ഭാരക്കുറവ് പോഷകാഹാരക്കുറവാണോ? ഇത്തരം കുട്ടികൾ ഭാരം വയ്പ്പിക്കാനായിട്ട് എന്തൊക്കെ കൊടുക്കാൻ സാധിക്കും? അതായത് നമ്മളൊരു കുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ എടുക്കുമ്പോൾ ജനിക്കുമ്പം തന്നെ ഒരു കുട്ടിക്ക് തൂക്കക്കുറവാണെന്ന് വിചാരിക്കുക. ജനിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു 3-3.5 കിലോ ഭാരം ഉണ്ടാകണം. ചില കുട്ടികൾക്ക് ഒരുപക്ഷെ 4 കിലോ ഉണ്ടാകും, ചില കുട്ടികൾക്ക് 3 കിലോയ്ക്കും താഴെയായിരിക്കും. പക്ഷേ ഒരു 2.5 കിലോയിലും താഴെയാണ് ഒരു കുട്ടിയുടെ വലിപ്പമെങ്കിൽ അതൊരിക്കലും അമ്മയ്ക്ക് വലിപ്പം കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അച്ഛന് പൊക്കം കുറഞ്ഞതുകൊണ്ടോ ആകാനുള്ള സാധ്യത കുറവാണ്. വളരെ അപൂർവമായിട്ട് വളരെ പൊക്കം കുറഞ്ഞ അമ്മയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹിപ്പിൻ്റെ, അതായത് അടിവയറിൻ്റെ ഭാഗത്ത് വളരെ വ്യാസമില്ലാത്തത് കൊണ്ട് ചിലപ്പം ഭാരം കുറവുള്ള ഒരു കുട്ടി ജനിക്കാം. എങ്കിൽ പോലും 2.5 കിലോയ്ക്ക് താഴെയാണ് കുട്ടിയുടെ ഭാരമെങ്കിൽ കുട്ടിക്ക് ജന്മന ഭാരക്കുറവാണ്. അത് മറ്റ് കാരണങ്ങളല്ല, കുട്ടിക്ക് ഭാരക്കുറവ് ഒരു രോഗം പോലെ തന്നെ നമ്മളതിനെ കാണേണ്ടതായിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാരം കൂട്ടുന്നതിനുള്ള നമ്മളെന്തെങ്കിലും ആഹാര രീതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഭാരക്കുറവുള്ള കുട്ടിയെ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് കുട്ടിക്ക് ഭാരക്കുറവാണ്, ഇപ്പോൾ കുട്ടിക്ക് 1.5 കിലോയേ ഉള്ളൂ അല്ലെങ്കിൽ 2 കിലോയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഈ കുട്ടിക്ക് മറ്റ് ഭക്ഷണങ്ങൾ കൊടുത്ത് സാധാരണ ഒരു കുട്ടിയുടെ വലിപ്പത്തിലേക്ക് ഈ കുട്ടിയെ വേഗത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു പൊതുവെ നമ്മൾ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നമ്മൾ നിർദ്ദേശിച്ചിരുന്ന ഒരു മാർഗം. പക്ഷേ അതിനുവേണ്ടി പലപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ കുട്ടികൾക്ക് പാലാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പാലിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പറയും. പക്ഷേ ഈ പാലിൽ നെയ്യൊഴിക്കുന്നത് ഒരു നല്ല ശീലമല്ല എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് മനസ്സിലായി വരികയും ഈ ഭാരം കുറവുള്ള കുട്ടികൾക്ക് സാധാരണ കുട്ടികളോളം അവർ വലിപ്പത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ഉടനടി ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പോൾ ജനിക്കുമ്പോൾ 3 കിലോയുള്ള ഒരു കുട്ടി 1ാമത്തെ വയസ്സിൽ 9 കിലോ അല്ലെ 10 കിലോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ജനിക്കുമ്പോൾ 2 കിലോയുള്ള ഒരു കുട്ടിയെയും നമുക്ക് 1ാമത്തെ വയസ്സിൽ 9 കിലോ അല്ലെ 10 കിലോ ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. മറിച്ച് ജനിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ കുട്ടിക്ക് ഏതെങ്കിലും വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത കുട്ടിയെ മറ്റു കുട്ടിയുടെ അത്ര ഭാരത്തിൽ കൊണ്ടുവരുന്നത് ഒരിക്കലും ആരോഗ്യകരമായിരിക്കില്ല. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വളർച്ചയുടെ ഒരു രീതി പ്രധാനമായിട്ടും അച്ഛനമ്മമാരുടെ വളർച്ചയുടെ ഒരു രീതിയുമായിട്ട് തട്ടിച്ചു നോക്കാവുന്ന രീതിയിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആൺകുട്ടിയാണ്, അയാളുടെ അച്ഛൻ പെട്ടെന്ന് പൊക്കം വയ്ക്കാൻ തുടങ്ങിയത് 10ാം ക്ലാസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയും ഒരുപക്ഷെ പൊക്കം വയ്ക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിന് ശേഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് ക്ലാസ്സിലുള്ള ബാക്കി കുട്ടികളെ അപേക്ഷിച്ച് ഒരു കുട്ടിക്ക് ഹൈറ്റ് കുറവാണ്, പൊക്കം കുറവുണ്ട് എന്നുള്ളതുകൊണ്ട് വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത്
അയാളെ പൊക്കം വെപ്പിക്കാനുള്ള ശ്രമം ഒരുപക്ഷെ വിജയിക്കണമെന്നില്ല. മിക്കപ്പോഴും ആ കുട്ടി വണ്ണം വയ്ക്കുന്നതിലേക്ക് പോവുകയും കുട്ടിയുടെ ശരീരത്തിലേക്ക് അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും പിന്നീട് പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് ഭാരക്കുറവാണ്, അത് പോഷണ വൈകല്യമാണ് എന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒട്ടനവധി ഘടകങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കുട്ടിയുടെ ഫാമിലി നമ്മൾ നോക്കണം. അവർ പൊക്കമുള്ളവരാണോ, പൊക്കം കുറവുള്ളവരാണോ, പൊക്കമുള്ളവരാണെങ്കിൽ തന്നെ ആ പൊക്കം ഏത് സമയത്താണ് അവർ അച്ചീവ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിട്ട് മാത്രമേ ഭക്ഷണത്തിലൂടെ കുട്ടിയുടെ ഭാരവും കുട്ടിയുടെ ഹൈറ്റും കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്താവൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ കുട്ടിക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ പൊതുവെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കുട്ടികളെ എത്തിക്കുക. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ സാധനങ്ങൾ ഏത് ഭാരത്തിലുള്ള കുട്ടിയാണെങ്കിലും ധാരാളമായിട്ട് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള സൂക്ഷ്മ പോഷകങ്ങൾ കുട്ടിയുടെ ബുദ്ധി വളർച്ചയും കുട്ടികളുടെ മൊത്തത്തിലുള്ള വികാസ പരിണാമങ്ങളെയും കൂടുതലായിട്ട് സ്വാധീനിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും രോഗങ്ങളും ഭക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അനീഷ് TS ആണ്. ഡോക്ടർ വളരെയധികം നന്ദി ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്ത് വിവരങ്ങൾ പങ്കുവച്ചതിന്. ഡൽഹിയിൽ ഡെങ്കിയും ചിക്കൻ ഗുനിയും മലേറിയയും പടർന്നു പിടിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മലേറിയ ബാധിച്ച 60ഓളം പേരാണ് ചികിത്സ തേടിയെത്തിയത്. ഇതോടെ മലേറിയ ബാധിച്ച ആളുകളുടെ എണ്ണം 288ആയി. 180 ഡെങ്കു കേസുകളും 220 ചിക്കൻ ഗുനിയ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഴക്കാലമായതോടെ രോഗവ്യാപനം കൂടുന്നതിനാൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള വിദ്യാർത്ഥികൾക്ക് ചികിത്സയും തെറാപ്പിയും ഒരുക്കുന്ന മാജിക് ലാന്റേൺ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സർവശിക്ഷ അഭിയാന്റെ കീഴിൽ. ഡൽഹിയിൽ ഡെങ്കിയും ചിക്കൻ ഗുനിയയും മലേറിയയും പടർന്നു പിടിക്കുന്നു. ചികിത്സ തേടി നിരവധി പേർ ആശുപത്രിയിൽ. ദിവസേനയുള്ള മദ്യപാനം ത്വക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുമെന്ന നിരീക്ഷണം. മദ്യപാനവും ചർമ്മാർബുദവും തമ്മിലെ ബന്ധം തേടി ഗവേഷകർ. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrthatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.